അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിൻ്റെ 18ാമത്തെ സൂക്തമാകുന്ന അൽ കഹ്ഫ് സൂറത്തിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അല്ലാഹു തആല വളരെ പ്രധാനപ്പെട്ട 4 കഥകളാണ് സൂറത്തുൽ കഹ്ഫിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിൽ ഒന്നാമത്തത് അസ്ഹാബുൽ കഹ്ഫ്, ഗുഹാവാസികളുടെ ചരിത്രമാണ്. അൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ വലിയ വിശാലമായ ഗുഹ എന്നാണ് അർത്ഥം. ഗോർ എന്നതിനും ഗുഹ എന്ന് പറയും, പക്ഷെ അത് ചെറിയ ഗുഹയാണ്. പരിശുദ്ധമായ ജബലുൻ നൂറിൽ, ആ ജബലുൻ നൂറിൽ നിന്ന് നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് അല്പ താഴേക്ക് ഇറങ്ങി 2 പാറയുടെ ഉള്ളിലൂടെ നമ്മൾ കടന്നിട്ട് ചെല്ലുമ്പോൾ ഒരു ഗുഹ കാണാം. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നപ്പോൾ ആദ്യമായിട്ട് ഇഖ്റ എന്ന സന്ദേശവുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. അതിന് ഗോർ ഹിറാ, അതിനും ഗോർ എന്നാണ് പറയുന്നത്. അത് ചെറിയ ഗുഹയാണ്. എന്നാൽ വലിയ ഗുഹ, വിശാലമായ ഗുഹയ്ക്കാണ് അൽ കഹ്ഫ് എന്ന് പറയുന്നത്. റോമ സാമ്രാജ്യം, റോമ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ രാജാവ് ഡൈന ദേവി എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തെയാണ്, ദേവകളെയാണ് ആരാധിച്ചു കൊണ്ടിരുന്നത്. അവിടുത്തെ ജനങ്ങളെല്ലാവരും അങ്ങനെ വിഗ്രഹാരാധന നടത്തണമെന്ന് രാജാവിൻ്റെ പ്രഖ്യാപനം വന്നപ്പോൾ അതിൽ വിസമ്മതം പ്രകടിപ്പിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഏകദൈവ വിശ്വാസം, ആ ഈമാനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആ നാട്ടിൽ നിന്നും നാട് വിട്ടുപോയി ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ച് 309 വർഷത്തോളം കിടന്നുറങ്ങിയ 7 യുവാക്കളുടെ ചരിത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതിലൂടെ പഠിപ്പിച്ചു തരുന്നത്. പ്രിയമുള്ളവരെ, 3 ദിവസ കാലാവധി രാജാവ് ഈ യുവാക്കൾക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. 3 ദിവസം നിങ്ങൾക്ക് ഞാൻ അവധി തരാം. അതിന് 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം. നിങ്ങൾ ഇവിടെയുള്ള ആചാരം അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങളെ കൊന്നു കളയുമെന്നുള്ള ഭീഷണിപ്പെടുത്തലും കൂടി രാജാവ് നടത്തി. അങ്ങനെയാണ് ഇവിടെ നിന്നാൽ നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ പറ്റുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് 7 യുവാക്കൾ നാടുവിടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. നബിയെ, യഥാർത്ഥമായ ആ ഗുഹാവാസികളുടെ ചരിത്രം ഞാൻ അങ്ങേക്ക് വിവരിച്ചു തരാം. അവരാരായിരുന്നു? അവർ ഒരു സംഘം ചെറുപ്പക്കാരായിരുന്നു, യുവാക്കളായിരുന്നു. അള്ളാഹുവിൽ വിശ്വസിച്ച ഒരു സംഘം യുവാക്കളായിരുന്നു. കണ്ടോ, അള്ളാഹു തആല ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ പറയുന്നത് വിശ്വാസവും യുവാക്കളുമാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല ആ പ്രതിസന്ധി ഘട്ടത്തിലും അവരെ സംരക്ഷിച്ച് നിർത്തിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൻ്റെ 9 മുതൽ 26 വരെയുള്ള ആയത്തുകളിലാണ് ഈ അസ്ഹാബുൽ കഹ്ഫിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. 9 മുതൽ 26 വരെയുള്ള ആയത്തുകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം പ്രിയമുള്ളവരെ, പരിശുദ്ധമായ 18 ആയത്തുകളാണ് അതിൽ വരുന്നത്. സൂറത്തും 18ാമത്തെ സൂറത്താണ്. അള്ളാഹു വലിയ അത്ഭുതം, അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതിന് ഇതൊക്കെ വളരെ വ്യക്തമായ തെളിവുകളാണ്. ആദ്യം അള്ളാഹു തആല അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി സൂചന നൽകുന്നു. പിന്നെ അള്ളാഹു തആല അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരികയാണ്. 3 കാലഘട്ടങ്ങളാണ് അള്ളാഹു നമുക്കിതിലൂടെ പരിചയപ്പെടുത്തി തരുന്നത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അസ്ഹാബുൽ കഹ്ഫിനെ വിവരിച്ചു കൊടുക്കുന്ന നബി തങ്ങളുടെ കാലഘട്ടം. രണ്ടാമത്തതെന്ന് പറയുന്നത് ആ റോമ ഭരണാധികാരി ദുർഭരണം, അതായത് ബഹുദൈവ വിശ്വാസത്തിലായിരുന്ന ആ ഭരണാധികാരി, അതിനെതിരെ യുവാക്കൾ ശബ്ദിച്ച കാലഘട്ടമാണ്. അടുത്ത 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 309 വർഷം അവർ ഉറങ്ങി അതിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച്. ഇങ്ങനെ 3 കാലഘട്ടമാണ് ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ, വലിയ കാര്യമായിട്ട് ഖുറൈശികൾ വന്നിട്ട് അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി പറഞ്ഞു തരണം, അങ്ങയുടെ പ്രവാചകത്വത്തെ പരിശോധിക്കാൻ വേണ്ടിയാണെന്നല്ലേ. അല്ലാഹു തആല 9ാമത്തെ ആയത്തിലൂടെ പറയുന്നു, أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا. നബിയെ, അങ്ങ് ഭാവിക്കുകയാണോ നിശ്ചയമായിട്ടും ഗുഹാവാസികൾ അവരെന്ന് പറയുന്നത് അവർ അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണെന്ന് അങ്ങ് ഭാവിക്കുകയാണോ? അള്ളാഹുവിനിതൊന്നും ഒരു വലിയ കാര്യമല്ല.
അള്ളാഹുവിന് ഇതൊക്കെ വലിയ നിസ്സാരമായ സംഗതിയാണ്. ഇതിനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഖുറൈശികൾ പറയുന്നത് പോലെ ഇത് വലിയൊരു കാര്യമൊന്നുമല്ല, ഞാൻ അങ്ങേക്ക് അസ്ഹാബുൽ കഹഫിനെ പറ്റി പറഞ്ഞു തരാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അസ്ഹാബുൽ കഹഫാകുന്ന ആ വിശ്വാസികളായ യുവാക്കളെ സംരക്ഷിക്കുന്ന രീതി അള്ളാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. നബിയെ, ഇദ് അവൽ ഫിത്യതു ഇലൽ കഹഫ്, അവര് ഗുഹയിൽ അഭയം പ്രാപിച്ച സന്ദർഭം, ഫഖാലൂ, അപ്പോൾ അവർ റബ്ബിനോട് ദുആ ചെയ്തു, റബ്ബന ആതിനാ മിൻ ലദുങ്ക റഹ്മ, അല്ലാഹുവേ നിന്റെ ഭാഗത്ത് നിന്നും നിന്റെ വിശാലമായ കാരുണ്യം ഞങ്ങൾക്ക് നൽകണം. വഹയ്യ ലനാ മിൻ അംരിനാ റസദാ, ഞങ്ങൾ സകല കാര്യങ്ങളിലും നീ ഞങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തരണം. പ്രിയമുള്ളവരെ, അല്ലാഹു തആല അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുകയാണ്. ഫളറബിനാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അങ്ങനെ നാം അവർക്കൊരു വല്ലാത്ത ഉറക്കം കൊടുത്തു, അവരുടെ ചെവികളിൽ മേൽ നാം അടിച്ചു എന്ന് പറഞ്ഞാൽ ആ ഗുഹയിൽ അവർക്ക് നാം എന്ത് ചെയ്തു? ഒരു പ്രത്യേകതരമായ ഉറക്കം ഞാൻ അവർക്ക് കൊടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അങ്ങനെ ഗുഹയിൽ അവരുറങ്ങുകയാണ്. പ്രിയമുള്ളവരെ, 309 വർഷം ആ ഗുഹാവാസികൾ ഗുഹയിൽ കിടന്നുറങ്ങുമ്പോൾ അവരുടെ ശരീരത്തിനൊരു രോമത്തിന് പോലും വ്യത്യാസം വരാത്ത നിലയിൽ അല്ലാഹു സൂര്യനെയും ചന്ദ്രനെയും പ്രകൃതിയെപ്പോലും അവർക്ക് അനുകൂലമാക്കി കൊടുത്ത ചരിത്രമാണ് ഇനിയുള്ള ആയത്തുകളിൽ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എങ്ങനെയാണ് അല്ലാഹു തആല യുവാക്കളെ ഗുഹയുടെ ഉള്ളിൽ സംരക്ഷിച്ചത് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിനെ വേണ്ടപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് ഇൽമിൽ നിങ്ങൾ പങ്കാളികളാവുക. നിങ്ങളുടെ ദുആ വസിയത്തുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതും കൂടി ചെയ്യുക. അല്ലാഹു തആല ഈ പരിശുദ്ധ റമളാൻ നമുക്കൊക്കെ അനുകൂലമാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.